السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشارياتية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മനസ്സിൻ്റെ 40-ലേറെ രോഗങ്ങളിൽ 16-ാമത്തെ രോഗമായ തൂലുൽ അമൽ, മേൽനം കൊതി, നീണ്ട ആഗ്രഹങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ. തൂലുൽ അമൽ എന്ന് പറഞ്ഞാൽ ഭാഷാ അർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വലിയ വലിയ ആഗ്രഹങ്ങൾ എന്നാണ്. നമ്മൾ വലിയ വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുക എന്നതാണ് തൂലുൽ അമൽ. ചില വസ്തുക്കൾ ലഭിക്കൽ പ്രയാസമാണെങ്കിലും അതും ലഭിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുക, അതിനുവേണ്ടി വിലമതിക്കപ്പെട്ട ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടുത്തുക, അതാണ് തൂലുൽ അമൽ എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുർ റഊഫ് അൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫൈലുൽ ഖദീർ ഹർഫുൽ ഹംസ 1-ാം വാല്യം 277, അതായത് 294-ാമത്തെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി. ഏതായാലും തൂലുൽ അമൽ, മനുഷ്യൻ്റെ മരണം, അതിനേക്കാളും അപ്പുറമാണ് മനുഷ്യനിക്ക് തൂലുൽ അമൽ ഉണ്ടാകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിലക്കും ഖൗല് കൊണ്ടും അവിടുത്തെ ഫഅല് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിവാക്കിയത് ഖതീബ് തിബ്രീസി റഹ്മത്തുള്ളാഹി അലൈഹി മിഷ്കാത്തുൽ മസാബിയിൽ ഉദ്ധരിച്ച ഒരു നീണ്ട ഹദീസിൽ കാണാം. ഏതായാലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്ർ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ദറുഹും യഅ്കുലു വയതമത്തഉ വയുൽഹിഹുമുൽ അമലു ഫസൗഫ യഅലമൂൻ. അതായത് അവർ ഭക്ഷിച്ചോട്ടെ, അവർ സുഖിച്ചോട്ടെ, അവർക്ക് അവരെ ആഗ്രഹം തന്നെ അവരെ വിനോദത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. ഫസൗഫ യഅലമൂൻ, എല്ലാ സംഗതിയും അവർക്ക് അറിയാൻ കഴിയും എന്ന് സൂറത്തുൽ ഹിജ്ർ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇതിൻ്റെ തഫ്സീറുകളിൽ മഹാന്മാർ ധാരാളം പറഞ്ഞത് കാണാം. ഏതായാലും അതിൻ്റെയൊക്കെ ഒരു ചുരുക്കഭാഗം നമുക്ക് ഇതിൽ പറയാം. നീണ്ട ആഗ്രഹങ്ങൾ, തൂലുൽ അമൽ, അതിൽ ഒരാൾ പെട്ടുപോയാൽ, അതുപോലെ ദുനിയാവിൻ്റെ രസങ്ങൾ തേടുന്നതിൽ ഒരാൾ മുങ്ങിപ്പോയാൽ അത് വലിയ ഒരു നാശത്തിലേക്ക് എത്തിക്കും. തൂലുൽ അമൽ ഉണ്ടാകുക, തൂലുൽ അമലിൽ അകപ്പെടുക, അതുപോലെ ലദ്ദാത്തു ദുനിയയുടെ ത്വലബിൽ ഗർഖാകുക എന്ന് പറയുന്നത് ഈമാനുള്ള മനുഷ്യൻ്റെ ഷഅ്നല്ല. ഈമാനുള്ള മനുഷ്യനിക്ക് യോജിച്ചതല്ല. നീണ്ട ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് നടക്കുക, ദുനിയാവിൻ്റെ രസങ്ങളിൽ മുങ്ങി നടക്കുക എന്നത് മുഅ്മിനായ മനുഷ്യൻ്റെ ഷഅ്നല്ല. അതുകൊണ്ട് തന്നെയാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തൂലുൽ അമൽ ആഖിറത്തിനെ മറപ്പിച്ച് കളയുന്നു. അതുപോലെ ഇത്തിബാഉൽ ഹവ എന്നത് ഹക്കിനെ തൊട്ട് വിദൂരത്താക്കുന്നു. തൂലുൽ അമല് ആഖിറത്തിനെ മറപ്പിക്കുകയും അതുപോലെ നഫ്സിന്റെ ആഗ്രഹങ്ങളെ പിൻപറ്റുക എന്ന് പറയുന്നത് ഹക്കിനെ തൊട്ട് പിടിച്ചു നിർത്തുകയും, അതായത് ഹക്കിനെ തൊട്ട് ദൂരെയാക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഏതായാലും മറ്റൊരു ഹദീസിൽ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം ഹാഫിദ് ഇബ്നു അബി ദുനിയ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മൗസൂഅത്തിൽ ഖസ്റുൽ അമൽ എന്ന റിസാല തന്നെ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. ഖസ്റുൽ അമൽ, മേൽനം കൊതി, തൂലുൽ അമൽ ഒരു മനുഷ്യർക്ക് ഉണ്ടാകാൻ പാടില്ല. ഖസ്റുൽ അമൽ, കൊതികൾ കുറക്കുക, വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് പകരം ആഗ്രഹങ്ങൾ കുറച്ച് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന സംഗതികൾ കൂടുതലാക്കുക എന്ന ശൈലിയിൽ ഖസ്റുൽ അമൽ പോലത്തെ ഗ്രന്ഥങ്ങൾ ഒരുപാട് മഹാന്മാർ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇമാം ഇബ്നു അബി ദുനിയ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മൗസൂഅത്തുൽ ഇമാം ഇബ്നു അബി ദുനിയയിൽ ഖസ്റുൽ അമൽ എന്ന് പറയുന്ന ഒരു റിസാല തന്നെ അവിടുത്തെ മൗസൂഅത്തിലെ 3-ാം വാല്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു ഹദീസാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മേല് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് 2 കാര്യമാണ്. ഒന്ന് ഇത്തിബാഉൽ ഹവ, നഫ്സിന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ പിൻപറ്റും.
തടീച്ചയെ നിങ്ങൾ പിൻപറ്റും എന്നതും, അതുപോലെ തൂലുൽ അമൽ, നീണ്ട ആഗ്രഹങ്ങൾ, മേലം കൊതി, അതുപോലെ നീണ്ടതായിരിക്കുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാകുക, വലിയ വലിയ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുക എന്ന വിഷയം, ഈ രണ്ട് വിഷയം ഞാൻ പേടിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങൾ പറഞ്ഞു, നഫ്സിന്റെ ഇത്തിബാഉൽ ഹവ, അത് ഹക്കായ വാക്കുകളെ തൊട്ട് തടയുന്നു. മാത്രമല്ല നീണ്ടതായിരിക്കുന്ന ആഗ്രഹങ്ങൾ, തൂലുൽ അമല്, ദുനിയാവിന്റെ മഹബത്തിൽ അത് പരീക്ഷിക്കപ്പെടുന്നു, ദുനിയാവിന്റെ മഹബത്തിൽ അതിൽ വ്യാപകമാക്കുന്നു എന്നും, അതുകൊണ്ട് നല്ലോണം ചിന്തിക്കണം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് നൽകുന്നത് അവന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല. അവൻ ഇഷ്ടപ്പെട്ടവർക്കും ദുനിയാവ് നൽകുന്നു, അവൻ ഇഷ്ടപ്പെടാത്തവർക്കും ദുനിയാവ് നൽകുന്നു. അതുകൊണ്ട് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ദുനിയാവ് നൽകുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ എന്ന് പറയുന്ന വലിയ നിഅമത്ത്, ഈമാൻ എന്ന് പറയുന്ന വലിയ സ്വത്ത്, ആ ഈമാൻ എന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നിൽ വ്യാപകമായി നമ്മുടെ ഈമാൻ എന്ന് പറയുന്ന വലിയ സമ്പത്ത്, വലിയ നിഅമത്ത്, വലിയ സ്വത്ത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, ദുനിയാവ് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കുന്നു, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കുന്നു. എന്നാൽ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കണം. ചില ആളുകൾ ദീനുള്ള ആളുകൾ ഉണ്ടാകും, ചില ആളുകൾ ദുനിയാവിന്റെ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ദീനിന്റെ ആളുകളാകണം, ദുനിയാവിന്റെ ആൾ ആകരുത് എന്നും. എന്നിട്ട് നിങ്ങൾ ശരിക്കും ഓർമ്മ വെക്കണം, ദുനിയാവ് എന്ന് പറയുന്നത് പിൻഭാഗത്തേക്ക് ഇതാ മുഖം തിരിച്ചു പോവുകയാണ്. അതായത് പുറം തിരിച്ചു കൊണ്ടിട്ടാണ് ദുനിയാവ് നമ്മളെ വിട്ടു പോകുന്നത്. അതായത് ദുനിയാവ് പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് ആഖിറം ഇതാ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അമലിന്റെ ലോകത്താണുള്ളത്, ഇവിടെ ഹിസാബില്ല. എന്നാൽ അടുത്ത് ഹിസാബിന്റെ ദിനം വരാൻ പോകുന്നുണ്ട്, അവിടെ അമലില്ല എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇമാം ഇബ്നു അബി ദുനിയ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസ്റുൽ അമൽ 3-ാം വാല്യം 303-ാമത്തെ പേജിൽ റഖം 3-ൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസും ഇത് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തൂലുൽ അമൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇബ്നു അബി ദുനിയ തങ്ങൾ രേഖപ്പെടുത്തിയല്ലോ, ഇന്ന് നിങ്ങൾ അമലിന്റെ ദിവസത്തിലാണുള്ളത്, ഇവിടെ ഹിസാബില്ല, ഈ ദിനത്തിൽ ഹിസാബില്ല. എന്നാൽ അടുത്ത് നിങ്ങൾക്ക് ഹിസാബിന്റെ വിചാരണയുടെ ദിനം വരാൻ പോകുന്നുണ്ട്, അന്ന് അമലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നസീഹത്ത് മഹാനവറുകൾ ചെയ്യുന്നു. മാത്രമല്ല ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അവസാനമായ ഗ്രന്ഥമാണ് മിൻഹാജുൽ ആബിദീൻ. ആ മിൻഹാജുൽ ആബിദീനില് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 118-ാമത്തെ പേജിൽ പറയുന്നു, തൂലുൽ അമൽ, നീണ്ടതായിരിക്കുന്ന ആഗ്രഹങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ, അത് നല്ല കാര്യം ചെയ്യുന്നതിനെ തൊട്ട് ഇബാദത്തിന്റെ കാര്യത്തിൽ അത് തടസ്സം വരുത്തുന്നു. മാത്രമല്ല എല്ലാ ഫിത്നകളും എല്ലാ ഷർറുകളും ഉണ്ടാക്കാൻ കാരണമാണ് തൂലുൽ അമൽ എന്ന് പറയുന്ന വല്ലാത്ത ഒരു രോഗം. മാത്രമല്ല ഈ ഒരു രോഗം ചികിത്സയില്ലാത്ത ഒരു രോഗമാണത്. അതുകൊണ്ട് ഈ രോഗം, തൂലുൽ അമൽ എന്ന് പറയുന്ന രോഗം ഇലാജില്ലാത്ത രോഗമാണെന്നും അത് ഒരുപാട് രോഗങ്ങളെ ഇത് കാരണമുണ്ടാക്കി തീരുമെന്നും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മിൻഹാജുൽ ആബിദീൻ 118-ൽ പറഞ്ഞു. തൂലുൽ അമൽ എന്ന രോഗം ഒരുപാട് രോഗങ്ങളിൽ മനുഷ്യനെ അകപ്പെടുത്തും എന്ന് മഹാനായ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മിൻഹാജിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഒരു നീണ്ട ഒരു ചരിത്രം ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകൾ അവിടുത്തെ ഉയൂനുൽ ഹികായാത്ത് 2-ാം വാല്യം 348-ൽ ഒരു നീണ്ട ചരിത്രം പറഞ്ഞത് കാണാം. ചുരുക്കി പറയാം, ഒരു രാജാവിന്റെ തൗബ. അതായത് സയ്യിദുന അബൂബക്കർ ഖുറശി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നു, ഞാൻ സയ്യിദുന അബ്ബാദ് ബിൻ അബ്ബാദിൽ മുഹല്ലബി റഹിമഹുല്ലയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ബസ്രയിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു രാജാവ് രാജധികാരം ഒഴിവാക്കിക്കൊണ്ട് സുഹുദിലും തഖ്വയിലായി മുങ്ങിക്കൊണ്ട് എല്ലാ അധികാരവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സുഹുദും തഖ്വയിലും മുങ്ങിയിരുന്നു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വീണ്ടും
രാജാധികാരത്തിലേക്ക് അദ്ദേഹം മടങ്ങി വന്നു. എന്നിട്ട് ദുനിയാവിന്റെ ഐഷ് ഇശ്റത്ത് തേടിക്കൊണ്ട് ദുനിയാവിന്റെ ആഡംബരമെല്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിത മാറ്റം വന്നു. അങ്ങനെ അദ്ദേഹം വലിയ ഒരു കെട്ടിടമുണ്ടാക്കി. വലിയ വലിയ ആഡംബരത്തിന് വേണ്ടി, ജീവിതത്തെ സുഖിക്കാൻ വേണ്ടി ഒരുപാട് വിഷയങ്ങൾ അവിടെ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് വലിയ ആ വണ്ണമായ മഹല്, അവിടുത്തെ കെട്ടിടത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഡെക്കറേഷൻ ആക്കുകയും ചെയ്തു. എന്നിട്ട് അതിഥികൾക്ക് മാത്രം വലിയ ഒരു റൂമും അതിലുണ്ടാക്കി. അവിടെ നല്ല നല്ല വസ്ത്രം, നല്ല നല്ല വിരിപ്പുകളും എല്ലാം വിരിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഇനങ്ങളുള്ള ഭക്ഷണങ്ങളും എല്ലാം നൽകിക്കൊണ്ട് അങ്ങനെ ആ രാജാവ് ജനങ്ങളെല്ലാം ആ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. ആ കൊട്ടാരത്തിൽ വരുന്ന ആളുകളൊക്കെ ഒരുപാട് മഹത്വം, മദ്ഹ് ഈ രാജാവിന്റെ പറയുന്നു. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇതാ രാജാവ് ഈ ദുനിയാവിന്റെ സ്നേഹത്തിലും ദുനിയാവിന്റെ ആഡംബരങ്ങളിലും മുങ്ങിപ്പോയ രാജാവ് ഒരു ദിവസം ഒരുപാട് കളി ആയുധങ്ങളും അതുപോലെ മ്യൂസിക് ആയുധങ്ങളും എല്ലാം കൊണ്ട് ഇവിടെ ആഡംബരം കൊണ്ടും ഈ കൊട്ടാരത്തിൽ നടക്കുകയും ചെയ്തു. അങ്ങനെ ദുനിയാവിന്റെ ശുഗിൽ തന്നെ അയാൾ മുങ്ങിപ്പോയി. അങ്ങനെ തൂലുൽ അമൽ എന്ന രോഗം ഇയാൾക്ക് പിടിപെട്ടതിന്റെ പേരിൽ എല്ലാം റബ്ബിനെ മറന്നുകൊണ്ട്, ആഖിറത്തിനെ മറന്നുകൊണ്ട് ഇയാൾ ഒരുപാട് ഡെക്കറേഷൻ തന്നെ മുങ്ങിപ്പോയി. അങ്ങനെ ആയിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടും തന്റെ മന്ത്രിമാരോടും മുഷീറുകളോടും തന്റെ അനുയായികളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇത്ര വലിയ ഒരു കെട്ടിടമുണ്ടാക്കി, സന്തോഷങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, എത്ര സമാധാനം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾക്കും ഇതുപോലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം. ഒരുപാട് മഹല്ലത്തുകൾ, ഒരുപാട് കെട്ടിടങ്ങൾ, കൊട്ടാരങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്കും സുഖമായി ജീവിക്കാം, ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ നല്ല നല്ല മഷൂറകൾ, നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണം. എന്നാൽ എൻ്റെ മക്കൾക്കും ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ രാജാവ് പറഞ്ഞു. അങ്ങനെ ഈ അനുയായികളെല്ലാം രാജാവിന്റെ കൂടെ നിന്നു. രാത്രി പകലും മുഴുവനും ലഹ്വിലും ലഅബിലും കളിയിലും തമാശലും വിനോദത്തിലും അങ്ങനെ ധാരാളം വ്യാപകമായി രാജാവും അനുയായികളും. അങ്ങനെ ഈ അനുയായികൾ ചിലപ്പോൾ പറയും, ഇതാ കൊട്ടാരങ്ങളിൽ ഇങ്ങനെയുള്ള സൗകര്യം വേണം, ഇങ്ങനെ ആഡംബരം വേണം, ഇങ്ങനെയുള്ള വസ്തുക്കൾ വേണം, ഇങ്ങനെല്ലാം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഒരു ദിവസം രാജാവും അനുയായികളും ലഹബിലും മുങ്ങിക്കിടക്കുമ്പോൾ ഇതാ കളിയിലും തമാശയിലും മുങ്ങിയിരിക്കുന്ന ആ സമയത്ത് ഇതാ ഒരു ശബ്ദം കേൾക്കുന്നു. അശരീരി ശബ്ദം, ഒരു ഗൈബ് നിലക്കുള്ള ഗൈബിയായ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താ ശബ്ദം പറഞ്ഞത്? സ്വന്തത്തിന്റെ മരണം മറന്നുകൊണ്ട് ഓ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നവരെ, തൂലുൽ അമൽ, നീണ്ട ആഗ്രഹങ്ങളും വേലം കൊതികളൊക്കെ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ചോളൂ, നിങ്ങൾക്ക് ഇപ്പോൾ മരണം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന്. ഓ മരണത്തിനെ മറന്നുകൊണ്ട് കെട്ടിടമുണ്ടാക്കുന്നവനെ, വലിയ വലിയ ആഗ്രഹം കൊണ്ട് തൂലുൽ അമലെല്ലാം ഉപേക്ഷിച്ച് നീ എല്ലാം ഉപേക്ഷിച്ചോ, മരണം എഴുതപ്പെട്ടിരിക്കുന്നു എന്നൊരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ടപ്പോൾ എന്നിട്ട് ഈ ശബ്ദം കേൾക്കുകയാണ്, നിങ്ങൾ സ്വന്തം ചിരിക്കുകയും മറ്റുള്ളവരൊക്കെ ചിരിപ്പിച്ചോളൂ, എന്നാൽ മരണം നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല മരണം ഇതാ നിങ്ങളുടെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് വല്ലാതെ തൂല്ലമുള്ള ആളുകൾ, ഇതാ നിങ്ങളുടെ മുമ്പിൽ മരണമുണ്ട്. ഈ വീടുകളിലെല്ലാം നിങ്ങൾക്ക് താമസിക്കേണ്ടത്, നിങ്ങൾക്ക് ഇനിയിപ്പോ താമസിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, അത് ഇതാ അടുത്ത് നിങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് അതിനു വേണ്ടി തയ്യാറായിക്കോളൂ, ഇബാദത്ത് ചെയ്തോളൂ, റിയാദ നടത്തിക്കോളൂ, നിങ്ങളെ ദോഷങ്ങൾക്ക് നിങ്ങൾ മാഫ് ചോദിച്ചോളൂ, ആ വിധത്തിൽ ജീവിച്ചോളി. ഗഫലത്തിൽ നിൽക്കരുത്. ദുനിയാവ് നിങ്ങൾ വിട്ടുപോകാനുള്ളതാണ്. നിങ്ങളെ തോട്ടങ്ങളും നിങ്ങളുടെ സ്വത്തുകളെല്ലാം ഉപേക്ഷിച്ച് ഭൂമിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ളതാണ്. മരണത്തിനെ മറന്നുപോയി ജീവിക്കുന്നത് വേണ്ട. ഭൂമിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പോകാനുണ്ട്. അതായത് ഈസ്റ്റുകളിൽ തലയണിയായിട്ട് നിങ്ങൾ ഈസ്റ്റുകളെ വെച്ചുകൊണ്ട് നിങ്ങളെ ഷുഗലെല്ലാം നിർത്തിക്കൊണ്ട് ദിക്റിനെ തൊട്ട് ഗാഫിലായി ഇതുവരെ നിങ്ങൾ ജീവിച്ചു. നിങ്ങളെ ഷുഗലിലേക്ക് ഷുഗലാവുകയും അള്ളാഹുവിനെ മറന്ന് നിങ്ങൾ ഗാഫിലായി. എന്നാൽ ഇതാ ദുനിയാവ് എന്റെ ദായിമായ സ്ഥലമാണെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചില്ലേ, ഇതാ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതാ നിങ്ങൾ അള്ളാഹുവിന്റെ
മറന്നുകൊണ്ട് നിങ്ങളെ പ്രവർത്തനത്തിൽ വ്യാപകമായില്ലേ, ഇതാ മരണം നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു എന്ന ശബ്ദം കേട്ടപ്പോൾ രാജാവും അനുയായികൾക്കും കുറച്ച് പേടി തുടങ്ങി. രാജാവ് അനുയായികളോട് പറഞ്ഞു, ഞാനൊരു ശബ്ദം കേട്ടു, അത് നിങ്ങളും കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ അനുയായികൾ പറഞ്ഞത് ഞങ്ങളും കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവമുള്ളതുപോലെ നിങ്ങൾക്കും അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറയുകയാണ്, എന്റെ മനസ്സിൽ, എന്റെ നെഞ്ഞത്ത് ഒരു ഭാരം തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് എന്റെ മരണത്തിന്റെ സന്ദേശമാണിത്. ആ സമയത്ത് അനുയായികൾ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, നിങ്ങൾ ദീർഘകാലം ജീവിക്കും എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട എന്നൊക്കെ അനുയായികൾ പറയുമ്പോ രാജാവ് ജനങ്ങളെ ഈ വാക്ക് കേട്ടില്ല. ഉടനെ ചിന്തിച്ചത് എന്റെ മരണം അടുക്കാൻ പോയിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഗൈബിയായ ശബ്ദം എന്റെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ രസങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് ഇതാ തന്റെ അനുയായികളെയും തന്റെ സഹോദരങ്ങളെയും എല്ലാവരും വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? ആ സമയത്ത് ആ അനുയായികളും സഹോദരങ്ങൾ പറയും, നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ആ സമയത്ത് രാജാവ് പറയും, ആ കള്ളിന്റെ പാത്രങ്ങളെല്ലാം എടുക്കണം, അതെല്ലാം പൊട്ടിച്ചിട്ട് എല്ലാം ഉപേക്ഷിക്കണം. അങ്ങനെ എല്ലാ കള്ളിന്റെയും അങ്ങനെ ആഡംബരത്തിന്റെ എല്ലാ മ്യൂസിക്കുകളും അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ഇതാ ഈ രാജാവ് പറയാണ്, പടച്ച റബ്ബേ, അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ നിന്റെ എല്ലാ അടിമകളെ മുൻനിർത്തിക്കൊണ്ട് അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് റബ്ബേ, നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു. ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങൾ, ഞാൻ ചെയ്ത ഈ തോന്നിയാസങ്ങൾ, ഞാൻ ഈ ചെയ്തു കൂട്ടിയ ഖുറാഫാത്ത് എല്ലാത്തിനെയും ഖേദിച്ചുകൊണ്ട് നിന്നോട് ഞാൻ തൗബ ചെയ്യുന്നു. പടച്ചവനെ, ഞാൻ നിന്നോട് തൗബ ചെയ്യുന്നു. ഖാലിഖായ റബ്ബേ, ഈ ദുനിയാവിൽ കുറച്ചു കാലം കൂടി നിർത്തിയാൽ ഞാൻ ദായിമായ ഇബാദത്തും ഇത്വാഅത്തിലായി എന്റെ ജീവിതം ജീവിക്കും, നല്ല രൂപത്തിൽ ഞാൻ ജീവിക്കാൻ നോക്കും. അല്ല, എനിക്ക് നീ മരണം നൽകുകയാണെങ്കിൽ എന്റെ മേൽ നീ കാരുണ്യം ചെയ്ത് എന്റെ എല്ലാ ദോഷങ്ങളും നീ മാഫാക്കണേ എന്ന് പറയുകയും അങ്ങനെ ഈ രാജാവ് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വേദന കൂടുകയും ആ കലിമത്തുകൾ ആവർത്തിച്ച് അദ്ദേഹം പറയുകയും അവസാനം മരണം, വല്ലാഹി മരണം, വല്ലാഹി മൗത്ത്, വല്ലാഹി മൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ അങ്ങനെ ദ്വാരിക്കലോടുകൂടെ അദ്ദേഹം ലോകത്തോട് വിട പറയുകയാണ്. അക്കാലഘട്ടത്തിലെ ഫുഖഹാ പറയുന്നു, ആ രാജാവിന്റെ മരണം തൗബയിലാണ്, തൗബത്തുൻ നസൂഹയിൽ അദ്ദേഹത്തിന്റെ ഖാത്തിമത്തുണ്ടായിട്ടുണ്ട് എന്ന ചരിത്രം ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഉയൂനുൽ ഹികായാത്ത് 2-ാം വാല്യം 348 പറയുകയാണ്. അതുകൊണ്ട് തൂലുൽ അമൽ ഉണ്ടായാൽ ആഖിറത്തിനെ മറന്നു പോകുന്നു, മരണത്തിനെ മറന്നു പോകുന്നു, റബ്ബിനെ മറന്നു പോകുന്നു. അതുകൊണ്ട് തൂലുൽ അമൽ നമുക്കുണ്ടാകാൻ പാടില്ല. മനസ്സിന്റെ വലിയ ഒരു രോഗമാണ്. അതിന് ഒരുപാട് കാരണങ്ങളും ചികിത്സയും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൂലുൽ അമൽ എന്ന് പറഞ്ഞത് ചികിത്സയില്ലാത്ത ഒരു രോഗമാണ്. എന്നാൽ എല്ലാ രോഗത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അവസാനിച്ചാൽ ആ രോഗവും അവസാനിക്കും എന്ന നിലക്ക് തൂലുൽ അമലിനും ഒരുപാട് സബബുകളും ഇലാജുകളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് തൂലുൽ അമൽ, നീണ്ട ആഗ്രഹങ്ങൾ, മേൽനം കൊതി. അതിന്റെ ഒന്നാമത്തെ കാരണം ഹുബ്ബുദ്ദുനിയ, ദുനിയാവിന്റെ മഹബത്താണ്. ദുനിയാവിന്റെ മഹബത്ത്, അടിമ ദുനിയാവിനെ സ്നേഹിച്ച് ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ, അതിന്റെ രസങ്ങൾ എല്ലാം എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തൂലുൽ അമൽ മനുഷ്യനിക്കുണ്ടാകുമ്പോൾ ഇങ്ങനെ ഈ ദുനിയാവിന്റെ രസങ്ങളിലെ മുങ്ങി മരണത്തിനെ മറന്നു പോകുമ്പോൾ അതിൽ തന്നെ വ്യാപകമാകും. അവനക്ക് തൂലുൽ അമൽ എന്ന രോഗം തന്നെ അവനക്ക് പിടിപെട്ടു പോകും. എന്നാൽ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടത് അവന്റെ ഈ അക്തിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് നിലക്ക് എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണം എനിക്ക് ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ തൂലുൽ അമൽ എന്ന രോഗം മനസ്സിൽ വന്നു പോകില്ല. അതേ സ്ഥാനത്ത് നാം എപ്പോഴും ദുനിയാവിൽ എപ്പോഴും ഉണ്ടാകേണ്ട ആളുകളാണുള്ള തോന്നലാണ് ഈ തൂലുൽ അമൽ കൊണ്ട് മനുഷ്യനിക്കുണ്ടാകുക. അതുകൊണ്ട് എപ്പോ നോക്കിയാലും ദുനിയാവിൽ എപ്പോഴും ഉണ്ടാകണമെന്ന ചിന്തയിലാണ് ഉണ്ടാകുക.
അതുകൊണ്ടല്ലേ ദുനിയാവിൽ കാലകാലം ജീവിക്കും നിലക്ക് അവന്റെ ഭാര്യ മക്കളെ കാര്യത്തിൽ, ചങ്ങാതിമാരെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവൻ ചിന്തിക്കും. എന്നാൽ അവനിക്ക് ഇവിടുന്ന് മരിച്ചു പോകാനുള്ളതാണ് എന്ന ചിന്ത അവനിക്ക് വരാത്തത് കൊണ്ടും തൂലുൽ അമൽ കൊണ്ട് ഒരുപാട് അങ്ങനെയുള്ള ചിന്തയിലാകും. ആ സമയത്ത് ആ തൂലുൽ അമൽ ഇല്ലാതെയാക്കാനുള്ള ചികിത്സ നാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഖിയാമത്തിന്റെ ദിനത്തിൽ അവനിക്കുണ്ടാകുന്ന അദാബ്, അതുപോലെ അവനിക്കുണ്ടാകുന്ന സവാബ്, അതിന്റെ പരിപൂർണ വിശ്വാസത്തോടുകൂടെ കാമിലായ യഖീനോടുകൂടെ ദുനിയാവിനെ മഹബത്ത് മനസ്സിൽ നിന്ന് നീക്കാൻ നോക്കണം. കാരണം ഏതൊരു കാര്യം, നല്ല ഒരു വസ്തുവിന്റെ മഹബത്ത് ഞങ്ങളെ മനസ്സിലുണ്ടായാൽ, വളരെ ഫസ്റ്റ് ക്ലാസ് ഉള്ള വസ്തുക്കളെ, നല്ല നല്ല മുന്തിയ വസ്തുക്കളുള്ള മഹബത്ത് ഞങ്ങളെ മനസ്സിലുണ്ടായാൽ, തേർഡ് ക്ലാസ് ആയ വളരെ മോശപ്പെട്ടതിന്റെ സ്നേഹം നമ്മളെ മനസ്സിൽ നിന്ന് സ്വന്തമായി ഇല്ലാതെയായി പോകുന്നു. അതുകൊണ്ട് ഈ നിസ്സാരമായ ദുനിയാവിന്റെ സ്നേഹം മനസ്സിലെടുക്കാൻ യഥാർത്ഥമായ സാക്ഷാത്മായ ജീവിതമായ ആഖിറത്തെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ, ആഖിറത്തിന്റെ ജീവിതം നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ, ദുനിയാവിന്റെ ഈ നിസ്സാരമായ ദുനിയാവിന്റെ സ്നേഹം അത് ഇല്ലാതെയായി പോകുമെന്നും അത് ചിന്തിച്ചുകൊണ്ട് ദുനിയാവിന്റെ ഭാഗത്തേക്ക് മഹബത്തോടുകൂടെ ദുനിയാവിനെ നോക്കാതെ ആഖിറത്തേക്ക് സമ്പാദിക്കാൻ വേണ്ടിയും അതോടുകൂടെ പാഠം പഠിക്കാൻ വേണ്ടി ഇബ്രത്തോടുകൂടെ ദുനിയാവിനെ നോക്കിക്കൊണ്ട് അങ്ങനെ ദുനിയാവിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടമാക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും വിലമതിക്കപ്പെട്ട ആഖിറത്തിന്റെ സ്നേഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ദുനിയാവിന്റെ ഭാഗത്തേക്ക് തിരികെയില്ല. എന്ന് മാത്രമല്ല, ലോകത്തിന്റെ അധികാരം മുഴുവനും കൊടുത്താലും ആഖിറത്തിലേക്ക് ചേർത്തിക്കൊണ്ട് അവനിക്കിതൊന്നും അല്ല. ആഖിറത്തിന് വേണ്ടി അവന്റെ അധികാരം മുഴുവനും അവൻ ചെലവാക്കിക്കൊണ്ട് മശ്രിക്ക് മഗ്രിബിലെ രാജാവാണെങ്കിൽ അത് മുഴുവനും സമ്പാദിച്ച് ആഖിറത്തിന് വേണ്ടി റെഡിയാകും, ആഖിറത്തിന്റെ സ്നേഹം മനസ്സിൽ വന്നു പോയാൽ. അതുകൊണ്ട് ആഖിറത്തിനെ ചിന്തിക്കുമ്പോൾ ദുനിയാവിന്റെ സ്നേഹമോ അല്ലെങ്കിൽ ദുനിയാവിന്റെ മഹബത്തിന്റെ വേരോ അവന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മനസ്സിലെപ്പോഴും ആഖിറത്തിന്റെ ആ ഈമാൻ, ആഖിറത്ത് കൊണ്ടുള്ള ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ എപ്പോഴും പ്രാർത്ഥിക്കണം. നിന്റെ സ്വാലിഹീങ്ങളായ പടച്ചവനെ, നിന്റെ സ്വാലിഹീങ്ങളുടെ മനസ്സിൽ ദുനിയാവ് അത്രമാത്രം ദുനിയാവിനെ നമ്മുടെ മനസ്സിലാക്കി ആഖിറത്തിൽ രക്ഷപ്പെടുത്തണമേ, അബദിയ ജീവിതത്തിൽ രക്ഷപ്പെടുത്തണേ എന്നെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ തൂലുൽ അമലിലേക്ക് ഉണ്ടാകുന്ന മറ്റൊരു കാരണമാണ് ജഹാലത്ത്, വിവരക്കേട്. കാരണം ഞാനിപ്പോ യുവത്വകാലല്ലേ, യുവത്വകാലത്തിൽ മരണമെന്നില്ല, വയസ്സുകായാലാണ് മരണമുണ്ടാകുക എന്ന തോന്നൽ. എന്നാൽ ഇന്ന് വ്യാപകമായി വയസ്സായ ആളുകളും യുവാക്കളും എല്ലാം മരണപ്പെട്ട് കണ്ടിട്ട് പോലും വയസ്സായ ആളുകൾക്കാണ് കൂടുതൽ മരണം ഉണ്ടാകുക. യുവാക്കൾക്ക് അത് എപ്പോഴെങ്കിലും ഒന്ന് അപൂർവമായിട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുകയാണ്. അപൂർവമായിട്ട് രോഗം വരുന്നതും അപൂർവമായിട്ട് മരണം വരുന്നതും അത് എനിക്കും വരാം എന്ന് ചിന്തിച്ചുകൊണ്ട് അവന്റെ ആ മനസ്സിലുള്ള തൂലുൽ അമല് നീക്കിക്കളയാൻ പരിശ്രമിക്കണം. കാരണം എത്രമാത്രം നമ്മുടെ മൈൻഡിനെ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് എനിക്കും മരിക്കാനുള്ളതാണ്. ഇന്ന് ഒരാളെ ജനാസ എടുക്കുന്നു, നാളെ എന്റെ ജനാസം എടുക്കപ്പെടും. ഇന്ന് ഒരാൾ ഖബറിൽ ദഫ്ന് ചെയ്യപ്പെടുന്നുണ്ട്, നാളെ എന്നെയും ഖബറിൽ ദഫ്ന് ചെയ്യപ്പെടും. മാത്രമല്ല എന്റെ ഖബറിന് എനിക്ക് എന്റെ കൂടെയുള്ള കല്ലുകൾ ചിലപ്പോൾ തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുണ്ടാകും, പക്ഷെ ഞാൻ ഗഫലത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ജഹാലത്ത് കാരണമാണ്. മരണത്തെക്കുറിച്ചും അതുപോലെ റബ്ബിന്റെ തീരുമാനത്തെക്കുറിച്ചും ചിന്തിക്കാത്തതിന്റെ പേരും വിവരക്കേട് കാരണം കൊണ്ടിട്ടാണ് തൂലുൽ അമൽ കൂടി വരുന്നത് എന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം മുഹമ്മദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബു ദിക്രിൽ മൗത്ത് ബയാനുസ് സബബ് എന്ന് പറഞ്ഞുകൊണ്ട് 5-ാം വാല്യം 201, 202 വിശദമായി പറഞ്ഞത് കാണാം. അതുകൊണ്ട് തൂലുൽ അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വര വരച്ചുകൊണ്ട് ഇതാ പറഞ്ഞു, ഒരു മനുഷ്യൻ താഴെയുള്ളവരുടെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം മധ്യത്തിലായിരിക്കും, എന്നാൽ അവന്റെ ആഗ്രഹം അതിന്റെ അവസാന ഭാഗത്തേക്ക് അത്രക്കും തൂലുൽ അമൽ, നീണ്ട ആഗ്രഹങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കും മനുഷ്യന്മാർക്കുണ്ടാകുക. അത് മനുഷ്യന്റെ മനസ്സിന്റെ വലിയ രോഗമാണ്. അല്ലാഹു തആല തൂലുൽ അമലിനെ തൊട്ട് നമ്മുടെ മനസ്സുകൾ അല്ലാഹു തആല ശുദ്ധിയാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാ, ഖുദമാ, അതുപോലെ ദുആ വസിയത്ത് ചെയ്തവർ, ദാറുൽ ഇഫ്താൽ അസ്ഹരിയ, ITSS
ഖാദിമീങ്ങൾ സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും ഖൈറും ലുത്ഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും സആദത്തുദ് ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ചൂനൂർ പി.കെ. മമ്പുറം ഉസ്താദ് അവர்கள் നമുക്ക് പഠിപ്പിച്ചു തന്ന കിതാബുകൾ, ആ കിതാബുകളുടെ മുസന്നിഫീങ്ങളായ മഹത്തുക്കളുടെയൊക്കെ ദറജാത്ത് ഉയർത്തി ഉസ്താദിനും അല്ലാഹു തആല ധാരാളം അർഹമായ പ്രതിഫലം നൽകി. അതുപോലെ അഹ്ലുസുന്നയുടെ എല്ലാ ഉലമാ, അസാതിദത്ത്, മശായിഖ് എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മയും അവരെയും അല്ലാഹു തആല ഖൈറ്, ലുത്ഫ്, ആഫിയത്തോടെ ഇസ്തിഖാമത്തോടുകൂടെ ഏറ്റെടുക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.